ലോറി ഏത് രീതിയിലാണ് ഈ പുഴയുടെ ഈ തരത്തിലുള്ള മണ്ണിനടിയിൽ ഉള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനമായി കണ്ടെത്തേണ്ടത്. അത് ഐബോർഡ് ഉപയോഗിച്ച് കൃത്യമായ അത് കണ്ടെത്തും. പിന്നീട് ഡൈവേഴ്സിനെ ഉപയോഗിച്ച് അടിത്തട്ടിൽ ഈ ക്യാബിനിലേക്ക് എത്തും. ക്യാബിനിൽ ഏത് രീതിയിലാണ് ഈ അർജുൻ ഉള്ളത് എന്നത് കണ്ടെത്തേണ്ടതുണ്ട്. അതിനുശേഷം ലിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നടക്കുക. ആ ലിഫ്റ്റ് ചെയ്തതിനു ശേഷം അർജുനെ ആ ലോറിയിൽ നിന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ പുറത്തെടുക്കും എന്നതാണ് സൈന്യവും കരസേനയും വ്യക്തമാക്കിയിരിക്കുന്നത്. അവരുടെ രീതി ഇന്ന് അങ്ങനെയാണ്. എന്തായാലും ഈ രക്ഷാദൌത്യ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നും അതിനിർണായകമാണ്. കാരണം പ്രതികൂലമായ കാലാവസ്ഥ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചാൽ അത് ഈ രക്ഷാദൌത്യത്തിന് ഇനി വളരെ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള ഒരു നടപടിയാണ്. കാരണം അത് ഈ അർജുനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് വളരെ എളുപ്പമാണ്. അർജുനെ ഒന്നുകിൽ അതേ സ്ഥലത്ത് നിന്നും അർജുനെ പുറത്തെടുക്കാൻ പറ്റുമോ എന്ന് നോക്കും. പക്ഷേ അത് ദുഷ്കരമാണ്. കാരണം അത്രത്തോളം മണ്ണിനടിയിലാണ് ഈ ട്രക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ട്രക്ക് ഉയർത്തി ആ രീതിയിൽ അർജുനെ പുറത്തെത്തിക്കാൻ കഴിയുമോ എന്നതാണ് പരിശോധിക്കുന്നത്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ദ്രപാൽ ഉൾപ്പെടെയുള്ള ഇതുപോലുള്ള അവസരങ്ങളിൽ വലിയ തോതിൽ ഇത്തരം അപകട സ്ഥലത്തു നിന്നും ഇത്തരം ഓപ്പറേഷനിൽ പങ്കെടുത്ത ഇന്ദ്രപാലിന്റെയൊക്കെ സേവനം ഇവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ മറ്റ് റിട്ടയർഡായ ആർമിയിലും നേവിയിലും ഒക്കെ ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഏതായാലും വലിയ തോതിലുള്ള സന്നാഹങ്ങൾ ഈ ശിരൂരിൽ നിന്നുണ്ട്. ആ നല്ല വാർത്ത അർജുനെ കണ്ടെത്തിയെന്ന നല്ല വാർത്ത നമുക്ക് ഏത് സമയത്തും ലഭിക്കും. ഏതായാലും 7:30യോടുകൂടി തന്നെ തിരച്ചിൽ ആരംഭിക്കും. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും മഴ ഇപ്പോൾ ഇല്ല. ഓറഞ്ച് അലർട്ട് ഉത്തര കന്നഡ ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതീവ ജാഗ്രത ഏതായാലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രദേശത്തേക്ക് ഇന്ന് ആരെയും തന്നെ കടത്തിവിടുന്നില്ല. അത്തരത്തിൽ ഇന്ന് ഏക ലക്ഷ്യം അർജുനനെ ഏത് വിധേനയും പുറത്തെത്തിക്കുക, അർജുനെ കണ്ടെത്തുക എന്നത് തന്നെയാണ്. അത് ട്രക്കിനകത്ത് തന്നെ ഉണ്ടാകുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. നമ്മളും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എത്രയും പെട്ടെന്ന് അർജുനെ പുറത്തെത്തിക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ഇന്ന് രക്ഷാദൌത്യം. നദിക്ക് വെള്ളത്തിനടിയിലാണ് ലോറി ഉള്ളത് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇനി നമുക്ക് അറിയേണ്ടത് അവിടെ മണ്ണിൽ പുതഞ്ഞ നിലയിലാണ് ലോറി എന്നാണോ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? അങ്ങനെയെങ്കിൽ ആ മണ്ണ് നീക്കം ചെയ്ത് ലോറി മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതും വലിയ ഉദ്യമമല്ലേ? അതിനും സമയമെടുക്കില്ലേ? അശ്വതി, ഈ മണ്ണ് നീക്കുന്ന പ്രക്രിയയൊക്കെ ഇന്നലെ തന്നെ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. ലോറിയുടെ കൃത്യമായ അടയാളം ആ ചാല് കീറി ലോറി കിടക്കുന്ന ഭാഗത്തുള്ള അത്തരത്തിലുള്ള കൃത്യമായ പ്രവൃത്തികൾ ഇന്നലെ തന്നെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് രാവിലെയോടുകൂടി ആ പ്രവൃത്തികളാണ് ആരംഭിക്കുക. അപ്പോഴേക്കും ഈ ഐബോർഡ് എന്ന ഡ്രോൺ ആ സമയത്ത് എത്തും. പിന്നീട് കൃത്യമായി ഏത് പൊസിഷൻ, കൃത്യമായി അകത്ത് ഏതൊക്കെ സാഹചര്യത്തിലുള്ളത് ഇതൊക്കെ കണ്ടെത്താനാകും. എന്തായാലും ലോറി തലകീഴായി നിൽക്കുന്ന അവസ്ഥയായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മുങ്ങൽ വിദഗ്ധർക്ക് മാത്രമേ ഏത് രീതിയിലാണ് അർജുൻ ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താനാകൂ. അതായിരിക്കും മുങ്ങൽ വിദഗ്ധരെ കൊണ്ടുള്ള മറ്റൊരു കാര്യമായ ഇന്നത്തെ ഈ പ്രവൃത്തി. ഏതായാലും രക്ഷാപ്രവർത്തനത്തിന് അത്തരത്തിൽ വലിയ തോതിലുള്ള ദുഷ്കരമായ ഏറ്റവും സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇനി മണിക്കൂറുകളിലേക്കാണ് കടക്കുന്നത്. നേരത്തെയൊക്കെ എത്ര ദിനമെന്ന് ചോദിക്കുന്നെങ്കിൽ ഇനി അർജുനിലേക്ക് എത്താൻ എത്ര മണിക്കൂർ എന്ന് ചോദ്യം. അതാണ് ഇനി നമുക്ക് ഏറ്റവും വലിയ പ്രതീക്ഷയും. എന്തായാലും കാലാവസ്ഥ ഇപ്പോൾ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. ഇവിടുത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാലാവസ്ഥ ഇങ്ങനെയാണ്. ഏത് സമയത്താണ് ശക്തമായ മഴ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അപ്പോഴും ഈ നാവികസേനയുടെയൊക്കെ തിരച്ചിൽ, ശക്തമായ മഴയിലും നാവികസേനയുടെയൊക്കെ തിരച്ചിൽ അതേപടി നടക്കുന്നുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. രാവിലെ 7:30 തുടങ്ങിയാൽ രാത്രി 8 മണി 9 മണി വരെ കൃത്യമായ തെരച്ചിൽ നടത്തുന്ന ഒരു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടത് ആ രീതിയാണ്. ഏതായാലും രാത്രി ഇന്നലെ പ്രതികൂലമായ കാലാവസ്ഥയായതിനാൽ രാത്രി മുഴുവൻ ഇന്നലെ തെരച്ചിൽ നടത്താൻ സാധിച്ചിട്ടില്ല. അതുമാത്രമല്ല ഈ വിദഗ്ധ സംഘമൊക്കെ എത്തുന്നത് ഇന്നാണ്. അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ തന്നെ അർജുനെ പുറത്തെത്തിക്കാനാണ് ശ്രമം നടക്കുന്നത്. അത്തരത്തിലുള്ള ഈ ശ്രമം ഉച്ചയോടുകൂടി തന്നെ വിജയിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയത് വൈകിട്ടോടുകൂടി അർജുനെ കണ്ടെത്താനാകുമെന്ന് തന്നെയാണ്. ഏത് സമയത്തും ന്യൂസ് 18 സജ്ജമാണ്. ഈ സംഭവ സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെ ന്യൂസ് 18 സംഘവുമുണ്ട്. കൃത്യമായി അർജുനെ കണ്ടെത്തിയാൽ ആ വിവരം ആദ്യം തന്നെ എത്തിക്കാൻ ന്യൂസ് 18 ഇവിടെ തയ്യാറാണ്. എന്തായാലും നേരത്തെ പല സംഭവങ്ങളും ഇവിടെ ഉണ്ടായിരുന്ന സംഭവ വികാസങ്ങളും കുടുംബത്തെയും ഒപ്പം കേരളം കാത്തിരിക്കുന്ന ഓരോ മലയാളികളെയും ആദ്യം പുറത്ത് എത്തിച്ചത് ന്യൂസ് 18 ആണ്. ഇനിയും ആ ദൌത്യവുമായി നമ്മളിവിടെ ഉണ്ടാവും. അർജുനെ കണ്ടെത്തി അതിനുശേഷം മാത്രമേ ശിരൂരിൽ നിന്നും ന്യൂസ് 18 സംഘം മടങ്ങൂ. ഒരുപക്ഷെ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ
അർജുനെ കണ്ടെത്താനായാൽ വൈകിട്ടോടെ തന്നെ നാട്ടിലേക്ക് തിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ വലിയ തോതിലുള്ള നടപടിക്രമങ്ങളൊന്നും ഒന്നും ഉണ്ടാകില്ല. DNA ഉൾപ്പെടെയുള്ള പരിശോധന നടത്തി അപ്പോൾ തന്നെ അർജുനെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമമായിരിക്കും നടക്കുക. ഏതായാലും എന്തെങ്കിലും ഒരു അത്ഭുതം ഇന്നുണ്ടാകുമോ എന്നതാണ് വലിയ പ്രതീക്ഷയോടെ നമ്മൾ ഉയർത്തുന്ന ചോദ്യം. രക്ഷാ ദൌത്യം തീർച്ചയായും ബൈജു ഇന്നലെ 2:30